നമസ്കാരം. അതിവേഗ വാർത്ത ആരംഭിക്കുന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഉദ്ഘാടനം ചെയ്യാനിരിക്കെ വിഴിഞ്ഞം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലി പരസ്യയുദ്ധം. ഇന്നത്തെ പത്രങ്ങളിലുള്ളത് 2 വിഴിഞ്ഞം പരസ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരസ്യം. നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി BJPയുടെ പരസ്യവും പത്രങ്ങളിൽ. BJP പരസ്യത്തിലുള്ളത് പ്രധാനമന്ത്രിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ചിത്രങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള വഴിയിൽ ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചുള്ള പോസ്റ്ററുകൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ അഴിമതി ആരോപിച്ചവർ ഇപ്പോൾ അതിന്റെ പേരിൽ കൊട്ടിഘോഷിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. പിണറായി എന്ന ബല്ലാൽ ദേവന്റെ സ്വർണ്ണപ്രതിമ എത്ര ഉയർത്തിക്കെട്ടാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലി രൂപമാണ് ജനമനസ്സുകളിൽ ഉള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമെന്നും ഷാഫി പറമ്പിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ല. ഭീകരവാദം അവസാനിപ്പിക്കും വരെ വിശ്രമമില്ലെന്നും അമിത്ഷാ. അതേസമയം US പ്രതിരോധ സെക്രട്ടറിയുമായി ചർച്ച നടത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി. പാകിസ്ഥാൻ ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്ന് രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്കൊപ്പമെന്ന് US പ്രതിരോധ സെക്രട്ടറി. പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതെ പാകിസ്ഥാൻ. വാഘ അതിർത്തി പാകിസ്ഥാൻ അടച്ചതോടെയാണ് പാക് പൗരന്മാർ ദുരിതത്തിലായത്. നിരവധി പേരാണ് ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരിയിൽ കുടുങ്ങിയത്. ഇതോടെ പാക് പൗരന്മാർക്ക് താമസ സൗകര്യം ഒരുക്കേണ്ട ബാധ്യത ഇന്ത്യയ്ക്കായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. രാജ്യം കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കണം. സേനയുടെ വീര്യം കെടുത്തരുതെന്നും കോടതി. വിമർശനത്തിന് പിന്നാലെ ഹർജി പിൻവലിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ഉറി, കുപ്വാര, അഖ്നൂർ മേഖലകളിൽ വെടിവെപ്പ്. പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക YouTube ചാനലുകൾക്കും നടന്മാരുടെ Instagram അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന ഇന്ത്യൻ നിലപാടിനെതിരെ ഷിംല സന്ദർശനം മാറ്റിവെച്ച് രാഷ്ട്രപതി. മെയ് 5 മുതൽ 9 വരെയായിരുന്നു ഷിംല സന്ദർശനം നടത്താനിരുന്നത്. മെയ് ആദ്യവാരം നടക്കാനിരുന്ന റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രിയും റദ്ദാക്കിയിരുന്നു. പഹൽഗാമിൽ ഇന്ത്യ തിരിച്ചടിക്ക് നീക്കം ശക്തമാക്കുമെന്ന സൂചനകൾക്കിടെയാണ് യാത്രാ പരിപാടികളിലെ മാറ്റം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ താമസ സ്ഥലം നിരീക്ഷിക്കാൻ പ്രത്യേക ഡ്രോൺ സംവിധാനം ഒരുക്കിയതായി റിപ്പോർട്ട്. ഇയാൾ പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ-ഇ-തോയ്ബ എന്നീ സംഘടനകളുടെ സംയുക്ത സുരക്ഷാ വലയത്തിലെന്നും റിപ്പോർട്ട്. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്നാവർത്തിച്ച് അമേരിക്ക. പാക് ഇന്ത്യ രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. പാക് വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ വ്യോമയാന വിലക്ക് നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലാണ് ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന തുടരുന്നു. തിരുവനന്തപുരത്ത് 5 സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടായി. ആശാപ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിലെ വിലക്ക് തള്ളി മല്ലിക സാരാഭായ്. തൃശൂരിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു. പിന്തുണയുടെ പ്രതീകമായി മല്ലിക സാരാഭായ് ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് ഓണറേറിയം തുകയായ 1000 രൂപയും കൈമാറി. കുവൈറ്റിൽ മലയാളി നഴ്സ് ദമ്പതികൾ കുത്തേറ്റ് മരിച്ചു. എറണാകുളം സ്വദേശി സൂരജും ഭാര്യ കണ്ണൂർ സ്വദേശി ബെൻസിയുമാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് ദമ്പതികൾ നാട്ടിൽ നിന്ന് തിരികെ എത്തിയത്. ഭാര്യയും ഭർത്താവും പരസ്പരം കുത്തിയതെന്നാണ് വിവരം. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ നടപടി. ഇൻസ്പെക്ടർ അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ.
കൃത്യവിലോപം നടത്തിയതിനാണ് സസ്പെൻഷൻ. ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തതിൽ അലംഭാവം കാട്ടിയെന്നും കണ്ടെത്തൽ. ജാർഖണ്ഡിൽ വീണ്ടും മാവോയിസ്റ്റ് ക്രൂരത. ലത്തേഹാറിൽ റോഡ് കരാറുകാരെ മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും കത്തിച്ചു. വോട്ടർ പട്ടികയിൽ നവീകരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഇലക്ട്രൽ ഡേറ്റാബേസുമായി ബന്ധിപ്പിക്കും. മരിച്ചവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യാനാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ സ്ലിപ്പിന്റെ ഡിസൈൻ പരിഷ്കരിക്കും. വിവരങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വലിയ അക്ഷരങ്ങളിൽ പ്രിന്റ് ചെയ്യും. ഫോട്ടോ കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ആക്രമണത്തിനിരയായത് പുഞ്ചക്കൊല്ലി സ്വദേശി ചടയൻ എന്ന നെടുമുടി. കാട്ടാനയെ കണ്ട നെടുമുടി ഭയന്ന് ഓടാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ നെടുമുടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വിവാദ പരാമർശവുമായി സംഘപരിവാർ നേതാവ് ഖലഡ്ക പ്രഭാകർ ഭട്ട്. വാളും കത്തിയും ഉയർത്തിക്കാണിച്ച പഹൽഗാം ഭീകരാക്രമണം പോലുള്ള സംഭവം ഉണ്ടാകില്ലെന്നും വീട്ടിൽ വാൾ കരുതണമെന്നുമാണ് ആഹ്വാനം. കാസർഗോഡ് വോർക്കാടിയിൽ വെച്ചാണ് പ്രഭാകർ ഭട്ട് വിവാദ പ്രസംഗം നടത്തിയത്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത് ഉത്തരവ്. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. 10ലധികം ക്രിമിനൽ കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനം മന്ത്രി ഇടപെട്ടതായി ആരോപണം. പുലിപ്പല്ല് കേസിൽ റാപ്പ് ഗായകൻ വേടനെതിരെ തിടുക്കപ്പെട്ട് നടപടികൾ വേണ്ടെന്ന നിലപാട് മാറ്റവുമായി വനം വകുപ്പ്. വേടനെ അനുകൂലിച്ചുള്ള പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കണം എന്ന വനം മന്ത്രി AK ശശീന്ദ്രന്റെ കുറിപ്പ്. മന്ത്രിയുടെ നിലപാട് മാറ്റത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദൗർഭാഗ്യകരമെന്ന വനം മന്ത്രി. പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ലഭിച്ച നീതി വേടന് ലഭിച്ചില്ല എന്നതും പ്രസക്തമാണ്. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും വനമന്ത്രി. എല്ലാവർക്കുമുള്ള നീതി വേടന് ലഭിച്ചില്ലെന്ന ചോദ്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന് ഷാഫി പറമ്പിൽ MP. എത്ര ചെറിയ ഡോസ് ആണെങ്കിലും ലഹരി ഉപയോഗത്തെ പിന്തുണയ്ക്കില്ല. എന്നാൽ തിരുത്താൻ തയ്യാറാണ് എന്ന് വേടൻ പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കും. വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താൻ ഈ സാഹചര്യത്തെ ചിലർ ഉപയോഗപ്പെടുത്തുകയാണ്. സർക്കാർ വീഴ്ചകൾ ഓരോ ദിവസവും തെളിവ് സഹിതം പുറത്തുവരികയാണെന്നും ഷാഫി പറമ്പിൽ MP. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അനുബന്ധ രേഖകൾ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കില്ല. അനുബന്ധ രേഖകളായി ഉള്ളത് 25,000-ലധികം പേജുകൾ. ഇത് ഉടൻ കൈമാറാൻ ബുദ്ധിമുട്ടാണെന്ന് EDയെ അറിയിച്ചു വിചാരണ കോടതി. നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് വിചാരണ കോടതി EDക്ക് കൈമാറിയിരുന്നു. രാജസ്ഥാൻ അജ്മീറിലെ ഹോട്ടലിൽ തീപിടുത്തം. 4 പേർ വെന്തു മരിച്ചു. ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന് IPLലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകും. കാൽമുട്ടിനേറ്റ പരിക്കാണ് മുംബൈ ഇന്ത്യൻസ് താരത്തിന് തിരിച്ചടിയായത്. വിഘ്നേഷിനെ ഒഴിവാക്കിയെന്നും പകരം ലെഗ് സ്പിന്നർ രഘു ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും മുംബൈ ഇന്ത്യൻസ് അറിയിച്ചു. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസിനെ മർദ്ദിച്ച പ്രതി പിടിയിൽ. കൂതാളി സ്വദേശി ഷൈജു മോഹനാണ് പിടിയിലായത്. പരസ്യ മദ്യപാനം നടത്തി ആളുകളെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെയാണ് പ്രതി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി ഫക്രുദ്ദീനാണ് മരിച്ചത്. വീട്ടിലെ മോട്ടോർ നന്നാക്കുന്നതിനിടെയാണ് ഫക്രുദ്ദീന് ഷോക്കേറ്റത്. തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ തൊഴുപാടത്ത് തനിച്ച് താമസിക്കുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൊഴുപാടം സ്വദേശി ചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കൊല്ലത്തെ LSD സ്റ്റാമ്പുകളും ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. മങ്ങാട് സ്വദേശി അവിനാശ് ശശിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 20 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പുകളും കണ്ടെടുത്തു. കോഴിക്കോട് രാമനാട്ടുകരയിൽ കാട് പിടിച്ച പറമ്പിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പൊതി കണ്ടെത്തിയത് രാമനാട്ടുകര മുട്ടിയറ റോഡിന് സമീപം കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം കാട് വെട്ടി വൃത്തിയാക്കുന്നതിനിടെ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫറോക്ക് പോലീസ് സ്ഥലത്തെത്തി കഞ്ചാവ് പൊതി കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തൃത്താലയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി സ്വദേശി ഷമീറാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 962 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കൊല്ലം ചിതറയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കിഴക്കുംഭാഗം സ്വദേശി ജാസിമാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 78 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രദേശത്ത് MDMA എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ ജാസിം. പ്രതി നേരത്തെയും ലഹരിക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. വീട്ടിൽ അതിക്രമിച്ചു കയറി 62-കാരിയുടെ സ്വർണ്ണമാല കവർന്നത് കോഴിക്കോട് പെരുവയൽ സ്വദേശി സുജാതയുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല. മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ സുജാത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മോഷ്ടാവുമായുള്ള പിടിവലിക്കിടയിൽ സുജാതയ്ക്ക് പരിക്കേറ്റു. 4 വയസ്സുകാരന്റെ അപകട മരണത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നിയിലെ ആനക്കൂട് വിനോദസഞ്ചാരികൾക്ക് വീണ്ടും തുറന്നു നൽകും. നടപടി സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രാവിലെ 9:30 മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. ബലക്ഷയം വന്ന കോൺക്രീറ്റ് തൂൺ വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പ് നടപടിയെടുത്തിരുന്നു. തിരുവനന്തപുരം കടക്കാവൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ചിറയൻകീഴ് സ്വദേശി സുജിത് കുമാറിനെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. തടവിന് പുറമെ 1 ലക്ഷം രൂപ പിഴ ഈടാക്കാനും ഉത്തരവ്. യുക്രൈനിലെ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പങ്കിടുന്ന സുപ്രധാന കരാറിൽ ഒപ്പിട്ട് യുക്രൈനും അമേരിക്കയും. യുദ്ധത്തിൽ തകർന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായുള്ള സഹായത്തിന് പകരമായാണ് അപൂർവ ഭൂമി ധാതുക്കളുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നത്. ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് കരാർ. കാസർഗോഡ് വിദ്യാനഗറിൽ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് പാടി വെള്ളൂറടുക്ക സ്വദേശി സുലൈഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ്. കളിക്കുന്നതിനിടെ കാൽ തെന്നി കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. കൊടുവാൾ ഘടിപ്പിച്ചു വെച്ച പലകയിൽ വെച്ചാണ് ചക്ക മുറിക്കുന്നത്. ഇതിലേക്കാണ് കുട്ടി വീണത്. ഗുരുതരമായി മുറിവേറ്റ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇടുക്കി അടിമാലിയിൽ ഏത്തക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തിരിച്ചടി. തൊടുപുഴ CJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി കട തുറന്നു നൽകി. ബാങ്ക് അധികൃതർ എത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്തത് സീൽ ചെയ്തത് ഇക്കഴിഞ്ഞ 10-ന്. തിരുവനന്തപുരം കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് 74-കാരി വെട്ടേറ്റ് മരിച്ച നിലയിൽ. ചിരട്ടക്കോണത്ത് സ്വദേശി ഓമനയാണ് മരിച്ചത്. ഓമനയെ ഭർത്താവ് കൊലപ്പെടുത്തിയതെന്ന് സംശയം. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. പത്തനംതിട്ട ഏനാത്ത് യുവതിയെ ഭർത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഏനാത്ത് സ്വദേശി വിജീഷിന്റെ ഭാര്യ ലിനു. ഇന്നലെ ഉറങ്ങാൻ കിടന്ന യുവതിയെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. മലപ്പുറം വളവന്നൂരിൽ മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. വളവന്നൂർ സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി. സ്വത്ത് തർക്കത്തെ തുടർന്ന് 2016 മാർച്ചിലാണ് കൊലപാതകം നടന്നത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. മൈ ചോയ്സ് 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?
കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്. പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദിലത് ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെറും ഒരു ബികോം കാര്യാകാൻ പോയ നിന്നെ വലിയൊരു ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആക്കി മാറ്റി. ആര് മാറ്റി? ലക്ഷ്യം മാറ്റി. ലൈഫ് ഇപ്പോ സെറ്റ് അല്ലേ? ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് ബികോം only from Indian Institute of Commerce, ലക്ഷ്യം. Rambi hull tanks, Hallin you soldiers. Hull bull, attack you. Boom, shoot, shoot. Laza Premium Gold Ice Cream. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. My G Future. Experience the next. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ലാസ പ്രീമിയം ഗോൾഡ് ഐസ് ക്രീം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. Kavita Gold and Diamonds. Choose your special. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. Join India's #1 Commerce Institute, Indian Institute of Commerce, ലക്ഷ്യം. അതിവേഗ വാർത്ത തുടരുന്നു. കോഴിക്കോട് കാരന്തൂർ നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹിത സംഗമം സംഘടിപ്പിച്ചു. അസാബ് നോർത്ത് സോൺ അസോസിയേറ്റ് ഡയറക്ടർ മേഴ്സി പ്രിയ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് സുമതി തട്ടാരക്കൽ അധ്യക്ഷയായി. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കോഴിക്കോട് മുക്കം കല്ലരുട്ടിയിൽ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ MLA എത്തിയതോടെ ആവേശത്തിലായി കുട്ടികൾ. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് കുട്ടികളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. മധ്യവേനൽ അവധികൾ കുട്ടികൾ ചേർന്നൊരുക്കിയ മിഠായിക്കട കേട്ടറിഞ്ഞാണ് MLA അവിടെ എത്തിയത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA കുട്ടികളുടെ കട ഉദ്ഘാടനത്തിനായി എത്തുന്നത്. ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല, കുരുന്നുകളുടെ കൈകളിൽ നിന്ന് മിഠായി പൊതികൾ സ്വന്തമാക്കിയാണ് MLA മടങ്ങിയത്. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൽ 465 ഗുണഭോക്താക്കൾക്ക് ബയോബിന്നും ആവശ്യമായ
ഇനോക്കുലവും വിതരണം ചെയ്തു. അടുക്കള മാലിന്യങ്ങൾ സംസ്കരണമാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ വിതരണോദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം പൂർത്തീകരണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ATM പണമിടപാട് ഫീസ് വർധന പ്രാബല്യത്തിൽ. വർദ്ധിപ്പിച്ചത് സൗജന്യ പരിധിക്ക് ശേഷമുള്ള പണം പിൻവലിക്കൽ, നിക്ഷേപിക്കൽ, ബാലൻസ് പരിശോധന, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഇടപാടുകൾക്കുള്ള ഇന്റർചേഞ്ച് ഫീസ്. ഒരു മാസത്തെ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ 23 രൂപ നികുതി നൽകണം. സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATM ഉപയോഗിച്ച് ഒരു മാസം മെട്രോ നഗരത്തിൽ 3 മറ്റിടങ്ങളിൽ 5 ഇടപാടുകളാണ് സൗജന്യം. ബാങ്ക് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ തടസ്സമുണ്ടായാൽ അത് ഇടപാടായി കണക്കാക്കില്ല. പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി സ്വദേശി PK സാവിത്രി. കണ്ണൂർ ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ വീട്ടമ്മയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. അപകടത്തിൽ ലോറി ഡ്രൈവർ ബീജാപൂർ സ്വദേശി രതീഷിന് പരിക്ക്. മാലിന്യം ശേഖരിച്ചു പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു. ഇടുക്കി ബൈസൺ വാലിയിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലുണ്ടായിരുന്നത് കൈക്കുഞ്ഞടക്കം 14 പേർ. തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ബസ് പാടത്തേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലത്ത് നിന്നും കുന്നംകുളത്തേക്ക് വന്നിരുന്ന മയിൽ വാഹനം എന്ന ബസ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായി സംസ്ഥാന പാതയിൽ നിന്നും ഫിഷ് മാർക്കറ്റ് റോഡിലൂടെ വന്നിരുന്ന ബസ് 8 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇടുക്കി അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. മാലിന്യം നിറഞ്ഞ കൈത്തോടുകളുടെ സ്ഥിതി അതേപടി തുടരുന്നു. മാലിന്യം നിറഞ്ഞ് വെള്ളം ഒഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യൽ പട്രോളിംഗിനിടെ 19ഓളം മോഷ്ടാക്കൾ പിടിയിലായത് മൊബൈൽ ഫോൺ മോഷണ കേസ് പ്രതി ചാത്തന്നൂർ സ്വദേശി ശിവശങ്കര പണിക്കർ, കുന്നുമേപ്പട്ടി സ്വദേശി ഷമീർ, വളപട്ടണം സ്വദേശി ഷാഹിർ, പുതിയ കടപ്പുറം സ്വദേശി സുഫിയാൻ എന്നിവർ. അന്വേഷണത്തിൽ പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളുണ്ടെന്ന് കണ്ടെത്തി. കൊല്ലം പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാർ പ്രതിഷേധത്തിൽ. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കുക, ഉത്സവ ഭത്ത അനുവദിക്കുക, സെക്യൂരിറ്റി ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മലപ്പുറം എടയൂർ പഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 34 അംഗനവാടികൾ സംയുക്തമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും നടന്നു. തൃശൂർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി സിലോഹ കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി യൂണിറ്റിലെ 75 വയസ്സിന് മുകളിലുള്ളവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. തൃശൂർ വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ 2ാം ഘട്ടമായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകും. തൃശൂർ മണലൂർ മണ്ഡലം 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി PK രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഹൽഗാം ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി അഭിദേവിനെ ആദരിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷന് മെയ് 3-ന് തുടക്കമാവും. ആലപ്പുഴയിലാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്.
KCEC ATTUCയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 7-8 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലയിൽ ട്രെഡോപോൾ ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത് അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലത്തിലെ കാട്ടൂർ, അമ്പവപ്പുഴ, വട്ടച്ചാൽ, പതിയങ്കര, ആറാട്ടുപുഴ ഭാഗങ്ങളിൽ. കാസർകോട് കുണ്ടംകുഴിയിൽ തീപിടുത്തം. ശിവഗംഗ ഹാർഡ്വെയർ ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാസർകോട്, കുറ്റിക്കോലിൽ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ടൈലറിംഗ് ഷോപ്പുകാരന് പരിക്ക്. തൃശൂർ മേത്തലയിൽ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹികോപകരണങ്ങൾ കത്തിനശിച്ചു. മേത്തല ശ്രീനഗറിലെ 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്കാണ് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത്. വൻ നാശനഷ്ടം ഉണ്ടായതായി വീട്ടുടമകൾ പറഞ്ഞു. തൃശൂർ അഴീക്കോട് തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി സനീഷിന്റെ ഉടമസ്ഥതയുള്ള അഭിനവ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ 25ാം സ്ഥാപക ദിനം ആഘോഷിച്ച് തൃശൂർ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റി. പരിപാടിയിൽ പതാക ഉയർത്തൽ ചടങ്ങും പ്രഭാഷണവും നടന്നു. സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ പതാക ഉയർത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസ് വാവോലി മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം വളാഞ്ചേരി CITU, CTU, KSTA കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. STU, INTUC, MTU യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി സെക്രട്ടേറിയറ്റ് നടയിൽ സമാപിച്ചു. നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ചന്തമുക്ക് STU യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് ദിന ആഘോഷം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് H. സിദ്ദിഖ് പതാക ഉയർത്തി. തിരുവനന്തപുരം മാറനല്ലൂർ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. വാഹനത്തിൽ പാമ്പിനെ കണ്ട് ഭയന്ന് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റ കൃഷ്ണനഗർ സ്വദേശി വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ കരുവാറ്റയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അമ്പലപ്പുഴ സ്വദേശി അസ്ലയാണ് മരിച്ചത്. KSCB പവർ ഹൗസിന് സമീപമാണ് അപകടം. KSRTC ബസ് നിയന്ത്രണം വിട്ട് ടെമ്പോ വാനിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചിട്ടത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്തിലെ 11ാം വാർഡിലെ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തളിർ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. തിരുവനന്തപുരം കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദവും ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനവും നടന്നു. നെയ്യാറ്റിക്കര രൂപതാ മെത്രാൻ ഡോക്ടർ വിൽസൺ സാമുവൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തക പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പന്തശ്രീ കുമാർ നിർവഹിച്ചു. അവധിക്കാലത്ത് അധ്യാപികയ്ക്ക് കത്തെഴുതി മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാൽ AM LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 20ഓളം കത്തുകളാണ് അധ്യാപികയ സുമയ്യയുടെ വീട്ടിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച് അധ്യാപിക.
ദിവിക വാർത്ത അവസാനിച്ചു. നമസ്കാരം.